ഹലോ എവ്രി വൺ. സോ ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നെനിക്ക് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റി എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 2 ഡേയ്സിലെ സ്റ്റഡി വ്ളോഗാണ്. കുറച്ച് വിഷ്വൽസ് മാത്രമേ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. കാരണം പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നെപ്പോലുള്ള ന്യൂ മംസിനൊക്കെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്ന ടൈമിലാണ് ഞാൻ പഠിക്കുന്നത്. ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനായിട്ട് ഇത്ര മണിക്കൂർ അങ്ങനെയൊന്നും ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. അതുപോലെ ഇത്ര പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാവും. സോ ഞാൻ മോൻ ഉറങ്ങുന്ന ടൈമിൽ, അതുപോലെ അവൻ കളിക്കുന്ന സമയം ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അവനവിടെ കളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. ഈ ക്ലിപ്പൊക്കെ സെക്കൻഡ് ഡേയിലെ ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി എപ്പോഴാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം കിട്ടിയത്. ആ ടൈമിൽ ഞാൻ ഒട്ടും എനർജി ഇല്ലെങ്കിൽ ഞാൻ പഠിക്കാതിരിക്കാറില്ല കേട്ടോ. കാരണം നമുക്ക് ആ പഠിത്തം കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ നേരിട്ടിട്ട് മോനെ നോക്കേണ്ട ഒരു കാര്യമോ എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എനർജി ബേൺഔട്ടായിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ കിട്ടത്തുള്ളൂ പഠിക്കാൻ. ആ ഒരു 10 മിനിറ്റ് നമ്മൾ പഠിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ മോൻ്റെ ഫുട്ടേജ് എടുത്തത് ആ ഉറങ്ങുന്ന ടൈമിലാട്ടോ ഞാനതിപ്പോൾ പഠിച്ചിരുന്നത്. പെട്ടെന്ന് തന്നെ അവ എണീറ്റിട്ട് ബുക്കൊക്കെ പഠിക്കാൻ വരുന്ന ഒരു ഏജല്ല, ആ ഒരു പ്രായമായി. ഇപ്പോൾ 6 മന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനും എൻ്റെ ഒരു റൂട്ടീനിലേക്ക് കയറുന്നേ ഉള്ളൂ. ഞാൻ മുന്നേ പഠിച്ചിരുന്ന ഒരാളാണ്, പക്ഷേ എനിക്കിപ്പോൾ ഒട്ടും അത്രത്തോളം പഠിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആ ടൈമിൽ ഞാൻ ഭയങ്കര ഫ്രീ ആയിരുന്നു. നമ്മൾ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഒരാൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമല്ലേ. സോ അതിനാണ് ഫോക്കസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ കിട്ടുന്ന സമയമാണ് പഠിക്കുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിവിഷനാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന SSC MTS എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വർഷം ലാസ്റ്റ് പറയാൻ പറ്റില്ല, ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലാകുമ്പോഴത്തേനും എക്സാം വരുമെന്നാണ് വിചാരിക്കുന്നത്. പോസ്റ്റ്പോണ്ട് ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു ടൈം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ യൂട്യൂബ് ക്ലാസ്സൊക്കെ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അത് ഫ്രീ ക്ലാസ്സാണ്. കാരണം എനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി, ഞാനിപ്പോൾ പെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത് മുന്നോട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം പെയ്ഡ് ക്ലാസ്സിൽ എങ്ങനെ പോലും ഒരു 5 to 6 hours സ്റ്റഡി ആയിരിക്കും അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതെനിക്കിപ്പോൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് ലാഗ് വരും, പെൻഡിങ് വരും. അപ്പോൾ അത് നമുക്ക് ബേർഡൻ ആവും, നമുക്കത് മാനസിക പിരിമുറുക്കം കിട്ടും. ഓക്കെ, അത് ഭയങ്കര സ്ട്രെസ്സാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വെച്ച് എന്നെ എങ്ങനെ ഒന്ന് ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാമെന്നാണ് അപ്പോൾ ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വർഷം എനിക്ക് എഴുതിയെടുക്കാൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം. അപ്പോൾ അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു ഭയങ്കര പുഷ് ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷൊക്കെ എനിക്ക് ഇംഗ്ലീഷാണ് എനിക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ പാറ്റേൺ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് GK ആണ്. GK ആണ് തുടങ്ങിയേക്കുന്നത്. പിന്നെ ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുള്ള ടോപ്പിക്സൊക്കെ ഞാനൊന്ന് റിവിഷൻ പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഫുള്ളി യൂട്യൂബ് തന്നെ നോക്കാണ്ട് ഞാൻ ഓൾറെഡി പഠിച്ച് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മോക്ക് ടെസ്റ്റ് പോലെ ChatGPTയിലൊക്കെ എൻ്റർ ചെയ്യാറ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഫുട്ടേജ് ഫുള്ള് യൂട്യൂബ് ക്ലാസ്സിൻ്റെ ഇതാണ്. പിന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ഫോണേ ഉള്ളൂ. സോ ആ ഒരു പഠിക്കുന്ന ടൈം ക്ലാസ് കേൾക്കുന്ന സമയമൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തിട്ടാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്യുന്ന പോലെയൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ റിവൈസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ പഠിക്കുന്നത്. നമുക്ക് PSCയിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. PSCയിലില്ല. SSC ആ ഒരു ഫുൾ ഇന്ത്യ മൊത്തമായിട്ടുള്ള ഫെസ്റ്റിവൽസാണ്. അപ്പോൾ ഞാനിപ്പോൾ 3 സ്റ്റേറ്റ്സിന് വെച്ചിട്ടാണ് പഠിക്കുന്നത്. 3 സ്റ്റേറ്റിലേതിപ്പോൾ 1 4 5 ഉണ്ടെങ്കിൽ ഞാനതങ്ങനെ ഒരു 5 6 പഠിച്ചിട്ട് പോകും. ഒരു 8 10 ഉണ്ടെങ്കിൽ അതിൻ്റെ കീ പോയിൻറ്റ്സ് തൊട്ട് നമുക്ക് പഠിക്കേണ്ടി വരും കേട്ടോ. ഫോർ എക്സാമ്പിൾ ഏത് റീജിയനാണ്, അല്ലെങ്കിൽ ഏത് ഇതിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ട്രൈബ്സ് പെർഫോം ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പഠിച്ചു പോകുന്നത്. അപ്പോൾ അത് ഞാൻ റീകോൾ ചെയ്യുന്നത്
ഇപ്പോൾ ഹരിയാനയിലാണെങ്കിൽ ഹരിയാന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ അത് ഞാൻ ആലോചിക്കും എന്തൊക്കെയാണ് ഞാൻ പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. എൻ്റെ ഓരോരോ ഫെസ്റ്റിവൽസ് ആയിട്ട് ഇങ്ങനെ പറയും. ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ, അത് ഞാൻ മുന്നേ എഴുതി വെച്ചതാണ്. പക്ഷെ അത് ഫുള്ളി ഇതായി. അപ്പോൾ എനിക്കത് റീകോൾ ചെയ്യുമ്പോൾ എനിക്ക് ആ പേജ് എനിക്ക് മെമ്മറിയിൽ വരുന്നില്ല കേട്ടോ, ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് വൃത്തിയിൽ അപ്പുറത്തോട്ട് എഴുതിയെടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി എഴുതുക കേട്ടോ, അതിൽ തന്നെ സ്റ്റക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഞാൻ അങ്ങനെയായിരുന്നു മുമ്പ്, അങ്ങനെയായിരുന്നു, സ്റ്റക്കായിട്ടിരിക്കുമായിരുന്നു. എഴുതണോ, അത് ഓൾറെഡി എഴുതി വെച്ചതല്ലേ എന്ന് മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന സ്റ്റഡി ട്രാക്കർ എന്ന് പറയുന്നത് എൻ്റെ ഫോണിൽ തന്നെ നമ്മൾ MS വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റിൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെടുത്തിട്ട് ഏതൊക്കെ പഠിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് പോലെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഈ പഠിച്ചത് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് ഫോണിൽ വയ്ക്കാം, ഒരു ഫോൾഡറാക്കി ഇടാം. എന്നിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ റിവൈസ് ചെയ്യാം. പിന്നെ കുട്ടിയുടെ കൂടെ കളിക്കുന്ന ടൈമിൽ റിവൈസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനാണ് ഞാൻ അതൊന്നും എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അത് ഞാൻ സ്ക്രീൻ റെക്കോർഡാണ് ചെയ്തേക്കണേ. അപ്പോൾ അതിൽ ഒരുപാടൊന്നും ആയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. ഞാൻ പറ്റുന്ന പോലെ ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് പഠിക്കാൻ പറ്റാറില്ല, ആ ടൈമിൽ ഞാൻ റിവൈസ് മാത്രമാണ് ചെയ്യുന്നത്, റീകോൾ മാത്രം. പിന്നെ നിങ്ങൾക്ക് എക്സാമും ചെയ്ത് നോക്കാം. ഞാനൊരു ഫുൾ മോക്ക് എനിക്ക് എടുക്കണം എന്നുണ്ട്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ആപ്പിലാട്ടോ ചെയ്യാറ്, അതിൽ ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസായിട്ട് ഷെയർ ചെയ്യാവേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. സോ